ഇടതുപക്ഷ മനസ്സുകളെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത്. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് നമുക്കെതിരായി കൊണ്ട് നടക്കുന്നത്. ഒരു വിശ്വാസം കൊണ്ടും ഒരു മനുഷ്യന്റെയും പട്ടിണി ഇന്ന് വരെ മാറിയിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചാലും പട്ടിണി മാറുമോ? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് പട്ടിണി മാറില്ല. ഇത് പറയാൻ നമുക്ക് മടിയാണ്, പേടിയാണ്. 4 അമ്പലത്തിലേക്കും 8 അമ്പലത്തിലേക്കും കൊണ്ടുപോയാൽ പട്ടിണി മാറും. ചോദിക്കണ്ടേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പേടിയായാലും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ് എന്ന് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണ്ടേ? പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മുടെ മുൻമുറക്കാർ തല്ലുകൊണ്ട് സമരം ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ല. അക്ഷരം കിട്ടിയത് എങ്ങനെയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മളിവിടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചെങ്ങനെയാണ്? ഏതെങ്കിലും ആളുകൾ പ്രാർത്ഥിച്ചിട്ടാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനം. അവരന്ന് പറഞ്ഞത് ഇനി ഇടതുപക്ഷം അവശേഷിക്കുന്നത് കേരളത്തിലാണ്. അങ്ങനെ കേരളത്തിൽ അവശേഷിക്കുന്ന ആ ഇടതുപക്ഷത്തെ കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഇല്ലാതായി. ഇടതുപക്ഷ ആശയമില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആ ഇടതുപക്ഷ ആശയത്തെ അവർ ഭയപ്പെടുന്നത്. ചെറിയ പ്രസ്ഥാനമാണെങ്കിലും ആ ആശയം തങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ആശയത്തെ ഇല്ലാതാക്കണമെന്ന് അന്ന് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, വീണ്ടും ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൽ BJPയും UDFും ഒന്നുചേരുന്ന കാഴ്ച നാം കാണുകയാണ്. ഈ 25-ലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഇനി അധിക ദിവസമില്ല, 2 മാസം. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടത്. അതിന് ദീർഘമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് CPM ആണ്. അപ്പൊ 2025-ലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. 2026 നടക്കുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3-ാം വട്ടവും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ട് ആ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. ആ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഭൗതിക സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ കേവലം 10 വർഷം ഭരിക്കുക മാത്രമല്ലല്ലോ, ആ ഭരിച്ച സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നല്ലപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ കേരളത്തിന്റെ ചരിത്രം വീണ്ടും തിരുത്തി കുറിച്ചുകൊണ്ട് 3-ാം വട്ടവും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യം സംശയം. എന്നാൽ ആ വേൾഡ് പോവർട്ടി ഇൻഡെക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഇന്ത്യയിലാണ് ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കും. എന്താണ് നേട്ടം എന്ന് ചോദിക്കുമല്ലോ. എന്താണ് വ്യത്യാസം? എല്ലാം കണക്കാണെന്നത് അല്ല. ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ കിടക്കുന്ന രാജ്യത്ത് ഇതാ ഒരു കൊച്ചു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ നേട്ടം എന്ന് പറയാൻ കഴിയും. വർത്തമാന കാലഘട്ടത്തിലെയും പ്രതിസന്ധിയെയും മുറിച്ച് കടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കെല്ലാം അറിയാം, മുതലാളിത്തത്തിനോ അല്ലെങ്കിൽ വർഗീയതയ്ക്കോ നമ്മുടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല എന്ന് ഓരോ ഘട്ടത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കും. സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി അന്ന് പ്രചരിപ്പിച്ച ആളുകളെല്ലാം പറഞ്ഞത് ഇനി സോഷ്യലിസം എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ലെന്നാണ്. സോഷ്യലിസത്തിന്റെ എല്ലാം കാലഘട്ടം കഴിഞ്ഞു, അത് കാലഘട്ടപ്പെട്ട പ്രത്യയശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയ ആളുകളുണ്ട്. ചെങ്കൊടി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നമുക്കറിയാം, ലോകത്ത് ആദ്യം ഉദയം ചെയ്ത തൊഴിലാളി വർഗത്തിന് നേതൃത്വത്തിൽ രൂപം കൊണ്ട സോവിയറ്റ് യൂണിയനിലെ ഭരണകൂടമാണ് തകർന്നു പോയത്. അതോടുകൂടി രാജ്യത്താകെ, ലോകത്താകെ വലിയ നിരാശ പടർത്താൻ വേണ്ടിയാണ് വലതുപക്ഷ ശക്തികൾ ശ്രമിച്ചത്. അതാണ് ഇനി അവസാനമായി നിലനിൽക്കുമെന്നുള്ള പ്രചാരവേലകളും സംഘടിപ്പിച്ചു. അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു, മുതലാളിത്തം ശാശ്വതമായിട്ട് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ ആശയം അതിനുവേണ്ടിയല്ല. അത് തൊഴിലാളി വർഗത്തിന്റെയും മറ്റധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും ജീവിത ദുരിതം വർദ്ധിപ്പിക്കുകയുള്ളൂ. നമുക്കറിയാം, ഓരോ കൊല്ലം ചെല്ലുന്തോറും അത് കൃത്യമായിട്ട് തെളിഞ്ഞു വരികയാണ്.
ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കൻ സാമ്രാജ്യത്തെ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്ന അവസ്ഥ എന്താണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ പറഞ്ഞ് ശരിയാണ് എന്ന് തോന്നുന്നത്. അവിടെ ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണമായിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തൊന്നും തന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നല്ലപോലെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് സോഷ്യലിസത്തിന്റെ പ്രാധാന്യം എന്ന് നാം ഉൾക്കൊണ്ടുപോകാൻ കഴിയും. ആശയപരമായിട്ടുള്ള കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. ഇടതുപക്ഷ ആശയങ്ങൾ കാലഹരണപ്പെട്ടതാണ് എന്നുള്ള പ്രചാരവേല നടത്തിയിരുന്ന ആളുകൾ തന്നെ അത് തിരുത്താൻ നിർബന്ധിതമാകുന്ന ലോകാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അറിയാം, നമ്മുടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെയും ശക്തി വർദ്ധിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും. ശക്തി വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, പുറകോട്ട് പോയി എന്ന് പറയാനും കഴിയും. നാം വിഭാവനം ചെയ്യുന്ന പോലെ നമ്മുടെ പാർട്ടിയുടെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയോ മുന്നേറ്റം വേണ്ടതിൽ ഉണ്ടാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നല്ലപോലെ വിലയിരുത്തുക. ഈ കഴിഞ്ഞ ഏപ്രിൽ 2 മുതൽ 6 വരെ നടന്ന പാർട്ടിയുടെ 24ാം കോൺഗ്രസ്, മധുരയിൽ വെച്ച് ചേർന്ന കോൺഗ്രസ്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഇന്ത്യയിൽ മുന്നേറാൻ കഴിയാത്തത് എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി, മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുക മാത്രമല്ല, അതിന്റെ തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ഇന്ത്യയെ ശക്തിപ്പെടുത്തുക എന്ന ആ കടമ നിർവഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്താണ്, അത് കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിനെ തകർക്കുക എന്നുള്ള ആശയത്തെ തകർക്കുക എന്നുള്ള നിലപാട് നമ്മുടെ രാജ്യത്തും സ്വീകരിച്ചു. നമ്മളെല്ലാം അത് നല്ലപോലെ ചർച്ച ചെയ്തതാണ്. ആശയപരമായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെട്ടതാണ്. നമുക്കറിയാം, നമ്മുടെ സ്വാധീനം കുറയുന്ന അവസ്ഥയുണ്ടായത് ബംഗാളിലെയും ത്രിപുരയിലെയും നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇല്ലാതായതുകൊണ്ട്. ബംഗാളിലെ ഗവൺമെന്റ് 2011 ഇടതുപക്ഷ ഭരണം അവസാനിച്ചു. 2018 ത്രിപുരയിലും ഗവൺമെന്റ് ഇല്ലാതായി. ആ 2 ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇല്ലാതായതോടുകൂടി വലതുപക്ഷ ആശയക്കാർ നമ്മുടെ രാജ്യത്തും വലിയുള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചു. അന്നവർ സംഘടിപ്പിച്ച പ്രചാരവേല നമ്മുടെ മനസ്സിലെല്ലാം ഓർമ്മയുണ്ടാകണം. അവരന്ന് പറഞ്ഞത്, ഇനി ഇടതുപക്ഷം അവശേഷിക്കുന്നത് കേരളത്തിലാണ്. അങ്ങനെ കേരളത്തിൽ അവശേഷിക്കുന്ന ആ ഇടതുപക്ഷത്തെ കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഇല്ലാതായി, ഇടതുപക്ഷ ആശയമില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ആ ഇടതുപക്ഷ ആശയത്തെ അവർ ഭയപ്പെടുന്നത്. ചെറിയ പ്രസ്ഥാനമാണെങ്കിലും ആ ആശയം തങ്ങൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ആശയത്തെ ഇല്ലാതാക്കണമെന്ന് അന്ന് പ്രഖ്യാപിച്ചത്. 2018 RSSും BJP എല്ലാം പ്രഖ്യാപിച്ചു. ഇനി അവശേഷിക്കുന്ന തുരുത്തായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തെയും തകർക്കണം എന്നാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ അവർ നടത്തി. ആ ശ്രമങ്ങളെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും അതിനൊക്കെ നേരിട്ടവരാണ് നമ്മളെല്ലാം. ആ ശ്രമത്തിൽ നിന്ന് അവർ പുറകോട്ട് പോവുകയല്ല, ആ ശ്രമവുമായിട്ട് മുന്നോട്ട് പോവുകയല്ല. അതാണല്ലോ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ എങ്ങനെ പുറകോട്ടടിപ്പിക്കണം എന്നാണ് തീരുമാനിച്ചത്. ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് നടന്ന 23ാം പാർട്ടി കോൺഗ്രസിന്റെ ചർച്ച അല്ലെങ്കിൽ തീരുമാനം ഏറ്റവും പ്രധാനമായും നമ്മുടെ രാജ്യത്ത് ആപത്തായിക്കൊണ്ടിരിക്കുന്ന RSS BJPയുടെ ഭരണം അവസാനിപ്പിക്കണം. ആ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ നമ്മുടെ രാജ്യത്തു നിന്നും ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയും. പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിലാണ്. ആ മതനിരപേക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിക്കേണ്ടതാണ്.
നിർഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ചുകൊണ്ട് ആ കാര്യം നിർവഹിക്കാൻ. ഒരുപക്ഷെ നമ്മുടെ ക്യാമ്പയിൻ കൊണ്ടുണ്ടായ ഗുണം എന്ന് പറയുന്നത് 400 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നാണ് BJP പറഞ്ഞത്, അല്ലെങ്കിൽ മോഡി പറഞ്ഞത്. അങ്ങനെ 400 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനയെ തന്നെ തിരുത്താൻ ഉള്ള തീരുമാനമാണ് എടുത്തത്. എന്നാൽ നമ്മുടെ എല്ലാം ശക്തമായ ക്യാമ്പയിൻ നമുക്ക് വിജയിച്ച് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിലും മതനിരപേക്ഷ ശക്തിക്ക് മുൻതൂക്കം ഉണ്ടാക്കാനും BJP എന്ന് പറയുന്ന ആ പാർട്ടിയുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ കേവലം 240 പിടിച്ചു നിർത്താനും കഴിയും. സ്വന്തമായി BJPക്ക് ഭൂരിപക്ഷം പോലും ഇല്ലാത്തൊരവസ്ഥ. നമ്മുടെ അവസ്ഥ മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കേവലം 4 സീറ്റ് മാത്രമാണ് ലോക്സഭയിൽ CPM ഉണ്ടായി, 2 സീറ്റാണ് CPI ഉണ്ടായി, 2 സീറ്റാണ് CPM ഉണ്ടായി. അങ്ങനെ 8 സീറ്റ് മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷങ്ങൾക്കുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇടതുപക്ഷ മുന്നേറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ ഇന്ത്യൻ പാർലമെന്റിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ആ പ്രധാനപ്പെട്ട ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയാത്തത്. അതടക്കം നമ്മൾ ഈ 24-ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടിയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമുക്ക് നടത്തേണ്ടത്. ആ ഇടപെടൽ നടത്തുന്നതിൽ നമ്മുടെ തൃശൂർ ജില്ലയ്ക്ക് വലിയ പങ്ക് നിർവഹിക്കാം. കാരണം എന്താണ്, ഈ തൃശൂർ ജില്ലയിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി BJPക്ക് ഒരു MP ഉണ്ടാക്കി കൊടുത്ത ജില്ല എന്ന നാണക്കേട് മാനക്കേട് നമുക്കുണ്ട്. അത് തിരുത്തി കുറിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് BJPയുടെ ഒരു MP സംഭാവന ചെയ്ത ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല എന്നുകൂടിയുള്ള കാര്യം നാം നല്ലപോലെ തിരിച്ചറിയണം. BJPയുടെയും RSSന്റെയും വർഗീയവാദികളെയും ശക്തി കുറയ്ക്കണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നാം സംഘടിപ്പിച്ചപ്പോൾ തന്നെയാണ് ഇവിടെ ആ വർഗീയ ശക്തികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നാം വിസ്മരിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ ജില്ലയിലെ നമ്മുടെ ഉത്തരവാദിത്തം കുറെ കൂടി വർദ്ധിക്കുക. നമ്മൾ മാങ്ങൂട്ടിയെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ ആ ഉത്തരവാദിത്തം നാം വിസ്മരിക്കാൻ പാടില്ല. ഇടതുപക്ഷങ്ങൾക്ക് ശക്തിപ്പെടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയും. ആ നഷ്ടപ്പെട്ട ആ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തേണ്ട ഒരു സമയത്താണ് നമ്മുടെ മമ്മൂട്ടിയേട്ടന്റെ 9ാമത് ചരമവാർഷിക ദിനം നാം ആചരിക്കുന്നത്. വളരെ ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്കറിയാം, വീണ്ടും നാം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൽ BJPയും UDFും ഒന്നുചേരുന്ന കാഴ്ച നാം കാണുകയാണ്. ഞാൻ എന്റെ എല്ലാ വിശദാംശങ്ങളും പറയേണ്ട ആവശ്യമില്ല, അറിയാം എങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കണം എന്നുള്ള പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഇനി അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അത് കേരളത്തിൽ മാത്രമാണ്. അങ്ങനെ കേരളത്തിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ആ ശ്രമത്തെ എല്ലാം തന്നെ പരാജയപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആവേശകരമാണ്. അതാണ് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് 2021 വീണ്ടും അധികാരത്തിൽ വന്നത്. അത് കേരളത്തിന്റെ പ്രത്യേകതയും കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയുമാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റുകൾ കേരളത്തിൽ വരാതിരിക്കുന്ന സ്ഥിതിയാണ് 57 മുതലുണ്ടായി. 57 ഗവൺമെന്റ് വന്നു ഏറ്റവും വലിയ കാര്യങ്ങളാണ് ചെയ്തത്. ഒരുപക്ഷെ കേരളം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ മാതൃകയാകാൻ കഴിഞ്ഞത് 1957 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, EMSന്റെ ഗവൺമെന്റ് ഇട്ട അടിത്തറയിൽ നിന്നാണ്. പക്ഷെ ആ ഗവൺമെന്റ് തുടർച്ചയുണ്ടായില്ല. 67 വന്നപ്പോഴും തുടർച്ചയുണ്ടായില്ല, 80 വന്നപ്പോഴും തുടർച്ചയുണ്ടായില്ല, 87 വന്നപ്പോഴും തുടർച്ചയുണ്ടായില്ല, 96 വന്നപ്പോഴും തുടർച്ചയുണ്ടായില്ല, 2006 വന്നപ്പോഴും തുടർച്ചയില്ല. എന്നാൽ 2016 വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, പിണറായി നയിക്കുന്ന ഗവൺമെന്റിന് തുടർച്ചയുണ്ടായി. അതുകൊണ്ടാണ് എല്ലാ പ്രചാരവേലകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങൾ 2021 ഇടതുപക്ഷ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിച്ചു. നമുക്ക് ഓർമ്മയുണ്ടാവും 2019 തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ്. ആ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി തന്നെയാണ് ഭരിക്കുന്നത്.
നമുക്ക് കേവലം ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. 2019 ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ നമുക്ക് കഴിഞ്ഞു ഭരിക്കുമ്പോൾ. അതോടുകൂടി പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് അടുത്ത പ്രാവശ്യം വരില്ല, ഇത് കഴിഞ്ഞു, അവസാനിച്ചു. എന്നാൽ 2020 ആയപ്പോൾ നമ്മുടെ കേരളത്തിലെ ചിത്രം മാറുന്നതാണ് നമ്മൾ കണ്ടത്. 2020 നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ പുറകോട്ട് പോയെങ്കിലും 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിലെ ചരിത്രം. 2020 നടന്ന ബഹുഭൂരിപക്ഷം ത്രിതല പഞ്ചായത്തിലേക്കും ഇടതുപക്ഷ മുന്നണിക്ക് വിജയിച്ച് കയറാൻ വേണ്ടി കഴിഞ്ഞു. അതിനുശേഷമാണ് 2021 തെരഞ്ഞെടുപ്പ് നടന്നത്. അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2016 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് വാങ്ങിക്കൊണ്ടാണ് 2021 മുന്നേറാൻ കഴിഞ്ഞത്. സമാനമായിട്ടുള്ള കാര്യമാണ് ഇത്തവണയും ഉണ്ടായത്. 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചു. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷം പരാജയപ്പെട്ടു. അപ്പോഴും പറഞ്ഞു ഇടതുപക്ഷം ഇനി മുന്നോട്ട് വരില്ല. ആ മുന്നോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ കള്ള പ്രചാരവേലകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മളെല്ലാം തുറന്നു കാണിക്കുന്നവരാണ്. ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകണ്ട. എങ്ങനെയൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്തുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ മാവുട്ടിയേട്ടൻ കരുവന്നൂരിലെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത്, അല്ലേ? കരുവന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി കരുവന്നൂർ ഉപയോഗിച്ചാണ് നമ്മളെ ഇന്ന് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചു, അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ CPM-നെയും ഇടതുപക്ഷത്തെയും തകർക്കാമെന്നുള്ള പരീക്ഷണമാണ്. അതൊരു ഭാഗം. സാമ്പത്തികമായിട്ട് എങ്ങനെ ഞെരുക്കി കേരളത്തിന്റെ ഭരണത്തെ കുറിച്ച് ജനങ്ങളിൽ രോഷമുണ്ടാക്കാൻ കഴിയും. കേരളത്തിന് അർഹതപ്പെട്ട ഒരു വിഹിതവും തരാൻ തയ്യാറാകാത്ത സ്ഥിതിയാണ്. നമ്മൾ നിരവധി സമരങ്ങൾ അവരെ കേന്ദ്ര ഗവൺമെന്റ് മുമ്പിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും എല്ലാം ചേർന്നുള്ള വലിയ സമരം നടത്തി. ആ സമരം നടത്തി കേരളത്തിന് അർഹമായത് അനർഹമായിട്ടുള്ളതല്ല, അർഹമായ വിഹിതം പോലും തരാതെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കും. എന്തുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിക്കുന്നത്? ആ നിലപാട് സ്വീകരിക്കാൻ കാരണം ഈ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് പണമുണ്ടായതുകൊണ്ടാണ് അവർ വികസന രംഗത്തും ക്ഷേമരംഗത്തും മുന്നേറുന്നത്, ഇന്ത്യക്കും ലോകത്തിനുമെല്ലാം മാതൃകയായി മാറുന്നത്. അങ്ങനെ മാറാതിരിക്കണമെന്നെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട സംഖ്യ പോലും കൊടുക്കാതിരിക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യമാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിനോടൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസും ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷവും അതിനോട് കൂടെ നിൽക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഒരു തവണ അധികാരം പോയാൽ തന്നെ അവർക്ക് സഹിക്കില്ല. ഇത് 2 തവണ പോയി. ഇനി 3ാം തവണയും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നവർ. 3ാം തവണ ഇടതുപക്ഷം തന്നെയാണ് വരുന്നെങ്കിൽ ഞങ്ങൾ വനവാസത്തിന് പോകും എന്നൊക്കെ പറഞ്ഞ് ശബ്ദമെടുക്കാൻ തുടങ്ങി. അപ്പൊ അധികാരം നഷ്ടപ്പെട്ടതിന്റെ വേവലാതി അവർക്ക് നല്ലപോലെയുണ്ട്. അപ്പൊ അവരും BJP-യോടൊപ്പം ചേർന്നുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് തകർക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ വലതുപക്ഷ കക്ഷികൾ, അത് UDF-ഉം BJP എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അങ്ങനെ ഇടതുപക്ഷത്തെ തകർക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന പ്രവർത്തനം നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിയും. ഞാൻ പറഞ്ഞു 2019 കാര്യം പറഞ്ഞു. 2020 ആയപ്പോൾ ആ ചിത്രം മാറി. 21 നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു. അത് തന്നെയാണ് സമാനമായിട്ടുള്ള സംഭവമാണ് 24 സംഭവിച്ചത്. ഈ 25 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഇനി അധിക ദിവസമില്ല, 2 മാസമില്ല. ആ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടത്, അതിന് ദീർഘമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് CPM-ആണ്. അപ്പൊ 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. 2026 നടക്കുന്ന നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3ാം വട്ടവും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിട്ട് ആ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. ആ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഭൗതിക സാഹചര്യവും നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ കേവലം 10 വർഷം ഭരിക്കുക മാത്രമല്ലല്ലോ,
ആ ഭരിച്ച സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ നല്ലപോലെ ജനങ്ങളിലേക്ക് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ കേരളത്തിന്റെ ചരിത്രം വീണ്ടും തിരുത്തി കുറിച്ചുകൊണ്ട് മൂന്നാം വട്ടവും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന കാര്യം സംശയം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംഘാസം. നമുക്കറിയാം, ഇപ്പൊ ഈ നവംബർ 1 നമ്മളെല്ലാം പറയുന്ന കാര്യം, അത് ചെറുതായിട്ട് കാണേണ്ടതില്ല. ഈ നവംബർ 1, 2025 നവംബർ 1 എന്ന് പറയുന്ന ദിവസം അതിന് വലിയ പ്രത്യേകതയുള്ള ദിവസം. നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മാതൃകയാണ് എന്ന് പറയുമ്പോഴും ഇപ്പോഴും അതിദാരിദ്ര്യമുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. 2021 കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത കാര്യമാണ്. അതായത് നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മോഡലാണ്, മാതൃകയാണ്. അത് ദേശീയ അന്തർദേശീയ രംഗത്ത് മാതൃകയാണ്. അങ്ങനെ ദേശീയ രംഗത്തും അന്തർദേശീയ രംഗത്തും മാതൃകയായി നിൽക്കുന്ന ഈ കേരളം, അതിദാരിദ്ര്യം ഇപ്പോഴും കേരളത്തിൽ അതിദാരിദ്ര്യം ഇപ്പോഴും ഉണ്ട്. ആ അതിദാരിദ്ര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ മോഡൽ എന്ന് പറയുന്നത് അർത്ഥവത്താവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അന്ന് തീരുമാനിച്ച് ദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. അത് കണ്ടെത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എത്ര മുന്നിലെത്തി എന്ന് പറയുമ്പോഴും അതിദാരിദ്ര്യം സഹിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അതിന്റെ നേട്ടം ആ സമൂഹത്തിൽ കിട്ടിയെന്ന് പറയാൻ. അതുകൊണ്ടാണ് നമ്മൾ സർവേ നടത്താൻ തീരുമാനിച്ചത്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യത്തെ തീരുമാനം. ആ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ സർവേ നടത്തിയത്. സർവേ നടത്തിയതിന്റെ റിസൾട്ട് പുറത്തുവിടുകയില്ല, നമ്മളെല്ലാം പ്രസംഗിക്കുന്നതാണ്. മൊത്തം നമ്മുടെ കേരളത്തിൽ 64,006 കുടുംബങ്ങൾ അതിദരിദ്രരായിട്ട് അവശേഷിക്കുന്നെന്ന് കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയ ആളുകളെ ആ റിപ്പോർട്ട് അവിടെ മേശയിൽ വെക്കാനല്ല തീരുമാനിച്ചത്. അങ്ങനെ അതിദരിദ്രരായി കണ്ടെത്തിയ ആളുകളുടെ അതിദാരിദ്ര്യം എങ്ങനെ പരിഹരിക്കാമെന്നുള്ള പദ്ധതികൾ തയ്യാറാക്കിയാണ് വെച്ചത്. അങ്ങനെ കേവലം പദ്ധതി തയ്യാറാക്കുക മാത്രമല്ല, 3 വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിലെ അവശേഷിക്കുന്ന 64,006 കുടുംബങ്ങളുടെ അതിദാരിദ്ര്യം ഇല്ലാതാക്കി അതിദരിദ്രമില്ലാത്ത നാടായി നമ്മുടെ നാടിനെ മാറ്റണം. ആ തീരുമാനമെടുത്തുകൊണ്ടാണ് പറഞ്ഞത് 2023 നവംബർ 1 ഈ 64,006 കുടുംബങ്ങളിൽ എത്ര കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള കണക്കെടുക്കണം. അത് 2023 നാം കണക്കെടുത്തു കഴിഞ്ഞപ്പോഴാണ് അവിടെ 32,000 കുറഞ്ഞു. 64,000 32,000 കുറഞ്ഞു. വീണ്ടും നമ്മൾ തീരുമാനിച്ചു 2024 നവംബർ 1 ഇതിൽ എത്ര പേരെ മോചിപ്പിച്ചു എന്നുള്ള കണക്കെടുക്കും. ആ കണക്കെടുത്തു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടു, അതിൽ 16,000 കുടുംബങ്ങൾ അവശേഷിച്ചു. ആ 16,000 താഴെ വരുന്ന അതിദരിദ്ര കുടുംബങ്ങളെ കൂടി 2025 നവംബർ 1 അവരെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങനെ 2025 നവംബർ 1 എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിദരിദ്രമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസമായി മാറി. അത് ഇപ്പോൾ പറയുമ്പോൾ ആളുകൾക്ക് അത്ര ആവേശമില്ല, കാരണം നമ്മുടെ കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതായി. ഇത് നാം മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന്റെ തോത് എത്രയാണ് എന്നുകൂടി മനസ്സിലാക്കി പോകുമ്പോഴാണ് അതിദരിദ്രമില്ലാത്ത കേരളമായിട്ട് നമ്മൾ മാറി എന്നുള്ളതിന്റെ അഭിമാനബോധം കുറച്ചുകൂടി ഉയരുക. ഇപ്പൊ അടുത്ത കാലത്താണ് വേൾഡ് പോവർട്ടി ഇൻഡെക്സ് പുറത്തു വന്നത്. ലോകത്തെ ദാരിദ്ര്യത്തിന്റെ ഓരോ രാജ്യങ്ങളിലുള്ള കണക്ക്. ആ കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം, ഇപ്പൊ BJP-ക്കാരും മാർക്സുകാരും വാക്ക് കിട്ടിയപ്പോൾ പറഞ്ഞ് ഇന്ത്യ വികസിച്ചിങ്ങനെ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വേൾഡ് പോവർട്ടി ഇൻഡെക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഇന്ത്യയിലാണ് ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കും. എന്താണ് നേട്ടം എന്ന് ചോദിക്കുമല്ലോ, എന്താണ് വ്യത്യാസം, എല്ലാം കണക്കാണെന്ന് അല്ല. ഇന്ത്യയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാർ കിടക്കുന്ന രാജ്യത്ത് ഇതാ ഒരു കൊച്ചു സംസ്ഥാനം അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി മാറി എന്ന് പറയുന്നതാണ് ഇടതുപക്ഷത്തിന്റെ നേട്ടം എന്ന് പറയാൻ കഴിയും. അടുത്ത കാലത്ത് വേറൊരു കണക്കും പുറത്തു വന്നു, നമ്മുടെ സഹാക്കൾക്ക് ശ്രദ്ധിച്ചു കാണാം. അതായത് ശിശുമരണ നിരക്കിന്റെ കണക്കാണ്. ആ ശിശുമരണ നിരക്ക് ലോകത്ത് ഏറ്റവും കുറവുള്ളത് അമേരിക്കയാണ്. ആ കണക്കിൽ കൃത്യമായി പറഞ്ഞു.
അതിൽ നമ്മുടെ രാജ്യത്ത് 1000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അതിൽ 25 കുട്ടികൾ മരിച്ചു. 1000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ 25 കുട്ടികൾ മരിച്ചു. അമേരിക്കയിൽ 1000 സ്ത്രീകൾ മരിക്കുമ്പോൾ 5.6 കുട്ടികൾ മരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിനെ കുറിച്ച് അഭിമാനത്തോട് പറയാൻ കഴിയും. ലോകത്തെ ഏറ്റവും ഒരു സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കുറവ് ശിശുമരണ നിരക്കുള്ള നാട് അല്ലെങ്കിൽ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് കേരളമാണ്. അടുത്ത കാലത്ത് നമ്മൾ നിസ്സാരമായി ആരോഗ്യമേഖല ആകെ തകർന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് 5 കുട്ടികളാണ്. അമേരിക്കയിൽ കടത്തിവെട്ടി നമ്മുടെ ഇവിടെ ശിശുമരണ നിരക്ക് കുറഞ്ഞ് 5 വന്നില്ല. 5 അല്ല, ഒരു കുഞ്ഞു പോലും മരിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മൾ എത്ര മുന്നേറുന്നു. മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ആരോഗ്യം ഉണ്ടാകില്ല. ആരോഗ്യമുള്ള അമ്മമാർക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയുള്ളൂ. തെക്കൻ സുഡാനിൽ നിങ്ങൾ അടുത്ത ദിവസം വായിച്ച വാർത്ത കണ്ടോ, ടി വിയിൽ കണ്ടോ? കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടോട്. അവിടുത്തെ ഒരു കണക്ക് വന്നിരിക്കുന്നത് 11 ലക്ഷത്തിലധികം വരുന്ന ഗർഭിണികളായിട്ടുള്ള അമ്മമാർ അവര് അനീമിക്കാണ്. അനീമിക്കായിട്ടുള്ള ഒരു അമ്മ അനീമിക്കായിട്ടുള്ള കുട്ടിയെ പ്രസവിക്കുന്നത് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അനീമിക്കാരും കുട്ടികളും അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ലോകത്തിന്റെ മുമ്പിൽ 1ാം സ്ഥാനത്തേക്ക് ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ നമ്മുടെ കേരളം മാറിയത്. അതുപോലെ ഓരോ കാര്യത്തിലും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്, ഏത് കാര്യമെടുത്തും പരിശോധിക്കുമ്പോഴും നമ്മുടെ കേരളം. ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ഇപ്പൊ വികസന സദസ്സുകൾ നടത്തി. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ലോക്കൽ ബോഡീസ് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അത് പറഞ്ഞാൽ തീരാത്തതാണ്. ഞാൻ ഇന്നലെ കിഴക്കഞ്ചേരി പോയി. അവിടുത്തെ പ്രസിഡന്റ് അവിടെ ആരോ പറഞ്ഞു, പ്രസിഡന്റ് ഒന്നും ആദ്യം പ്രസിഡന്റായി വന്ന് വനിതയാണ്, പ്രസംഗിക്കാൻ അത്ര വശമില്ല. പക്ഷെ അവർ ഇന്നലെ 1.5 മണിക്കൂറാണ് എന്നെ അവിടെ ഇരുത്തിയിട്ട് പ്രസംഗിച്ചത്. കാരണം ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലം ആ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങളാണ്. എലവഞ്ചേരി പഞ്ചായത്തിൽ അതിന്റെ തലേദിവസം പോയി. അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു, 45 കൊല്ലമായിട്ട് ഇടതുപക്ഷമാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇനി പഞ്ചായത്തുള്ള കാലത്തോളം ലോകമുള്ളിടത്തോളം ഇടതുപക്ഷമല്ലാതെ വേറൊരു കക്ഷി, അതിപ്പോ വേറെ കക്ഷി വരില്ല. അത് പറയുന്നത് പബ്ലിക് പൊതുപരിപാടിയിലാണ്. മറ്റ് പാർട്ടികളൊക്കെ ഉണ്ട്. അവരെ മുമ്പിൽ വെച്ചിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവേശം കയറി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 45 കൊല്ലമായി തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഭരിക്കുകയാണ്. അത് ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. അത് ലോകാവസാനം വരെ ഇടതുപക്ഷം ഭരിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. കാരണം ഓരോ പഞ്ചായത്തും അങ്ങനെയാണ് വികസന സദസ്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വെറുതെ അല്ല ഇടതുപക്ഷം വരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തുടർച്ച ഉണ്ടാകണം എന്ന് പറയുന്നത്. അത് ഈ നാടിന്റെയും ജനങ്ങളുടെയും ഉത്തമ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വരുന്നത് എന്നുള്ള ബോധം നമുക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. ആ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രചാരവേലകളാണ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ റീസെറ്റ് പറഞ്ഞല്ലോ, അതായത് എങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ നമ്മുടെ ആളുകളിലടക്കം ഇടതുപക്ഷ മനസ്സുകളെ മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത്. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് നമുക്കെതിരായി കൊണ്ട് നടക്കുന്നത്. ഒരു വിശ്വാസം കൊണ്ടും ഒരു മനുഷ്യന്റെയും പട്ടിണി ഇന്ന് വരെ മാറിയിട്ടുണ്ടോ? എത്ര പ്രാർത്ഥിച്ചാലും പട്ടിണി മാറുമോ? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് രവീന്ദ്ര സാർ ഉണ്ട്, മുൻ ദേവസ്വം ബോർഡ്. പട്ടിണി മാറില്ല. ഇത് പറയാൻ നമുക്ക് മടിയാണ്, പേടിയാണ്. 4 അമ്പലത്തിലേക്കും 8 അമ്പലത്തിലേക്കും കൊണ്ടുപോയ പട്ടിണി മാറും. ചോദിക്കണ്ടേ കമ്മ്യൂണിസ്റ്റുകാർക്ക് പേടിയായാലും എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത് എങ്ങനെയാണ് എന്ന് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കണ്ടേ? പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? നമ്മുടെ മുൻമുറക്കാർ തല്ലുകൊണ്ട് സമരം ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ല. അക്ഷരം കിട്ടിയത് എങ്ങനെയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമ്മളിവിടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചെങ്ങനെയാണ്? ഏതെങ്കിലും ആളുകളോട് പ്രാർത്ഥിച്ചിട്ടാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനം. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ എന്തോ മടി. 30 ലക്ഷം കർഷകരുടെ കയ്യിലേക്കാണ് 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭൂമി കൊടുത്തത്. ആ ഭൂമി കിട്ടിയവരാണ് പിന്നീട് മനുഷ്യരായി മാറി. അതുവരെ മനുഷ്യരില്ലായിരുന്നു, മൃഗങ്ങളെ പോലെ പണിയെടുക്കുകയാണ്.
നല്ലതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. നല്ല വീടുണ്ടായിരുന്നില്ല, പാർപ്പിടം ഉണ്ടായിരുന്നില്ല, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഓരോ വർഷവും പണിയെടുക്കുന്ന മുഴുവൻ തന്നെ പാട്ടമിളക്കമായിരുന്നു. ഞാൻ അടുത്ത ദിവസം ഒരു പുസ്തകം വായിച്ചു. അതിൽ പറയുന്ന 50% പറഞ്ഞോളാം, കേൾക്കില്ലേ? 50% വിളവിന്റെ 50% പാട്ടമിളക്കണം. വിളവിന്റെ അല്ല, ഓരോ കൊല്ലം നിശ്ചയിക്കും ഇത്ര പാട്ടമാണ് 50% ഇളക്കണം. അപ്പൊ അതില് നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ആര് സഹിക്കണം? കർഷകൻ സഹിക്കണം. മറ്റേ ജന്മിക്ക് 50% അളന്നു കൊടുത്തേക്കും. പിന്നെ കിട്ടുന്ന തുച്ഛമായത് കൊണ്ടാണ് കുടുംബം കയറുന്നത്. അപ്പൊ അവരെ മക്കളെ ഒന്നും പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 57 ശേഷം അവർ കുയ്യുന്ന നെല്ല് അവരുടെ അറകളിലേക്ക് വന്നു. അവരാവശ്യം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞപ്പോൾ അവരെ മക്കളെ നന്നപോലെ പഠിപ്പിക്കാൻ പറ്റി. അവർക്ക് നല്ല വീടുണ്ടാക്കാൻ പറ്റി, നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവർ മക്കൾ പഠിച്ച് വലിയ ആളുകളായി. അങ്ങനെ വന്ന് പിന്നീടുള്ള തലമുറ വന്നു കഴിഞ്ഞപ്പോൾ ആ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഞങ്ങൾ ഈ നിലയിൽ എത്തിയത് എന്നുള്ള കാര്യം വിസ്മരിച്ചു. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ നമ്മുടെ തലമുറയിൽ പകച്ചു നിൽക്കുക. കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ത്യാഗപൂർണമായ സമരത്തിന്റെയും പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും എല്ലാം ഫലമായിക്കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ കേരളീയ സമൂഹം വളർന്നു വന്നതെന്ന് ആത്മാഭിമാനത്തോടു കൂടി തന്നെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പറയാൻ കഴിയുക എന്നതാണ്. അത് എത്ര കണ്ട് നമ്മൾ പറയുന്നുണ്ടെന്നുള്ളതാണ്. പറയാൻ പഠിച്ചാൽ അത് പിന്തിരിപ്പൻ ശക്തികൾക്ക് അവരുടെ മുന്നേറ്റത്തിന് സഹായമാകും. ആ മുന്നേറ്റത്തെയാണ് തടയേണ്ടത്. ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരാരാണ് എന്ന് പുതിയ തലമുറയടക്കം പഠിപ്പിക്കാൻ വേണ്ടി മൗണ്ടേറ്റിന്റെ സ്മരണ പുതുക്കുന്ന സന്ദർഭത്തിൽ മൗണ്ടേറ്റിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുകൂടി പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടായിരിക്കണം മൗണ്ടേറ്റിന്റെ സ്മരണ നാം പുതുക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മൗണ്ടേറ്റൻ നമ്മുടെ പ്രസ്ഥാനത്തെ വലിയ രീതിയിൽ വളർത്തി. അത് പുറകോട്ട് പോയിട്ടില്ല. ചെറിയൊരു കോറിലേറ്റു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും ഇപ്പോഴും ഈ തൃശ്ശൂരിലെ നമ്പർ 1 പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഏത് കണ്ണും അങ്ങനെ പറയാൻ പാടില്ല, അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. ആർക്കും അറിയാം നമ്പർ 1 പാർട്ടി CPM ആണ്. അവിടെ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് ഇനിയും മുന്നേറണം. ആ മുന്നേറ്റത്തിൽ ശികാവ് മമ്മൂട്ടിയേട്ടന്റെ ഓർമ്മ നമുക്ക് വഴികാട്ടിയായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടിയേട്ടന്റെ മരിക്കാത്ത സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നൽകുന്നു.